അറബിക്കടലിൽ ചെരിഞ്ഞ MS എൽസ 3 എന്ന ചരക്ക് കപ്പൽ മുങ്ങി. കപ്പൽ ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നുവെങ്കിലും ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കപ്പൽ പൂർണ്ണമായും മുങ്ങി. കപ്പലിൽ അവശേഷിച്ച കണ്ടെയ്നറുകളെല്ലാം കടലിൽ പതിച്ചു. ഭൂരിഭാഗം ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിട്ടും ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേർ കപ്പലിൽ തുടർന്നത് കപ്പൽ നിവർത്താനുള്ള ദൗത്യം കണക്കിലെടുത്തായിരുന്നു. 26 ഡിഗ്രി ചെരിഞ്ഞ നിലയിലായിരുന്നു കോസ്റ്റ് ഗാർഡ് എത്തുമ്പോൾ. കപ്പൽ ഉയർത്താൻ സാധിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതീക്ഷ. എന്നാൽ കപ്പൽ കൂടുതൽ ചെരിയുകയും കൂടുതൽ കണ്ടെയ്നറുകൾ വീണ്ടും കടലിൽ പതിക്കുകയും ചെയ്തതോടെ നിവർത്തൽ അസാധ്യമായി. സുരക്ഷ കണക്കിലെടുത്ത് അവശേഷിച്ച 3 പേരെയും കപ്പലിൽ നിന്നും രാവിലെ നാവികസേന രക്ഷിച്ചു. കണ്ടെയ്നറുകൾ പൂർണ്ണമായും കടലിൽ പതിച്ചതോടെ കടുത്ത പാരിസ്ഥിതിക പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. കണ്ടെയ്നറുകൾ ഒഴുകി തീരത്തെത്തിയാൽ അപകടമാണ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചിട്ടുണ്ട്. ലൈബീരിയൻ പതാക വഹിക്കുന്ന MS എൽസ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. 184 മീറ്റർ നീളവും 26 മീറ്റർ വിസ്താരവുമുള്ള കപ്പലാണ് MS എൽസ 3. 400ഓളം കണ്ടെയ്നറുകളുമായാണ് കപ്പൽ യാത്ര തിരിച്ചത്.